السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, അതോടൊപ്പം ഡോക്ടർ ഷാനി മൊയ്തു കുഞ്ഞിപ്പള്ളി, മഹ്റൂസ് സാഹിബ്, മമ്മൂട്ടി സാഹിബ് ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹത്തായ സംഗമത്തോട് ചേർന്ന് നിൽക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഈ മഹത്തായ സമ്മേളനം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ അല്പമിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഒഴിവ് ദിവസം വൈകുന്നേരം അസർ കഴിഞ്ഞപ്പോൾ ഈ സദസ്സ് തിങ്ങി നിറഞ്ഞത് എന്തൊരു പ്രേരണയായിരിക്കും ഇത്രയും ആളുകളെ ഇവിടെ എത്തിച്ചത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആഹ്വാനം ഉണ്ടാകുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല. എന്നാൽ കൃത്യവും വ്യക്തവുമായ നിലപാട് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഈ സംഘത്തിനുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അതോടൊപ്പം എന്താണ് ആ പ്രേരണ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, അലൈസല്ലാഹു ബിഖാദിരിൻ, റബ്ബ് സുബ്ഹാനഹു വ തആല കഴിവുള്ളവനല്ലേ, അല അൻ യുഹ്യിയൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധ്യമല്ലേ എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ മരണം ഉറപ്പാണ്, മരണാനന്തര ജീവിതവും ഉറപ്പാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക ചര്യയിലൂടെ പഠിച്ചതുകൊണ്ടത് മനസ്സിലായതുകൊണ്ട് ആ മാർഗത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് വീടുകളിൽ നേരിട്ട് ചെന്ന് നന്മക്ക് വോട്ട് ചെയ്യണേ, തിന്മയുടെ ഭാഗത്ത് നിൽക്കല്ലേ എന്ന് വളരെ നിഷ്കളങ്കമായി ഗുണകാംക്ഷയോടുകൂടി ജനങ്ങളോട് സംവദിച്ചതിന് ശേഷം ഈ സംഗമത്തിലേക്ക് വരുമ്പോൾ അല്പസമയം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രിയപ്പെട്ട ശിഹാബ് എടക്കരയുടെ സംസാരം നമ്മൾ കേട്ടു. അതിനോട് ചേർത്തുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന, ദീനിനെയും ദുനിയാവിനെയും അഗാധമായി ബാധിക്കുന്നതാണ് നമ്മുടെ പ്ലാനിങ്ങിനപ്പുറത്ത് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവുകയും ആർഭാടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും ഭാരങ്ങൾ കടന്നു വരിക എന്നത്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെ തകർത്ത് കളയുന്ന ആർഭാടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. അത് ഈ ലോകത്ത് മാത്രമല്ല, മരണാനന്തര ജീവിതത്തിലും നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും അനിവാര്യമാണ്. വിവാഹരംഗം മാത്രം ഒരു ഉദാഹരണമായി നമ്മൾ എടുത്താൽ, മതമാണ്, ദീനാണ് ഒരു വിവാഹം തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്കറിയാം. അഥവാ മക്കളോടുള്ള ബാധ്യത വിവാഹത്തിന് മുമ്പേ ആരംഭിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഇണ, എനിക്ക് വരാനിരിക്കുന്ന സന്താനങ്ങൾക്ക് ഖുർആൻ ഓതുമ്പോൾ തെറ്റ് തിരുത്തി കൊടുക്കാൻ പറ്റുന്ന, പള്ളിയിലേക്ക് എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദീൻ കൊടുക്കുന്ന ഒരു ഭാര്യയാകണം, ഒരു ഭർത്താവാകണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് എന്ന് നേരത്തെ തീരുമാനിക്കുമ്പോഴാണ് ദീനിന്റെ പ്രാധാന്യം വിവാഹത്തിൽ വരുന്നത്. വിവാഹം എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്ത് ചൊരിഞ്ഞ് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്.
അതുകൊണ്ട് അതിന്റെ തുടക്കം മുതൽ ശ്രദ്ധിക്കണം. പെണ്ണ് കാണൽ മാത്രം എടുത്താൽ എന്തിനാണ് ഒരു പെൺകുട്ടിയെ കുറെ ആളുകൾ കാണുന്നത്? ആ വരന്റെ സുഹൃത്തുക്കൾ കാണുമ്പോൾ നമുക്കറിയാം സൗന്ദര്യ സങ്കല്പത്തിൽ വ്യത്യാസമുണ്ടാകും. ഒരിക്കലും തീരുമാനമെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിവാഹം ആരാണോ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നത് ആ ആണും പെണ്ണും മാത്രമാണ് പരസ്പരം കാണേണ്ടത്. സുഹൃത്തുക്കളൊപ്പമുണ്ടെങ്കിൽ അവർക്ക് പുറത്തിരിക്കാം. മാത്രമല്ല ഒരന്യ സ്ത്രീയെയാണ് കാണുന്നത്, അത് ഇസ്ലാം അനുവദിച്ചത് വിവാഹത്തിന്റെ ഘട്ടത്തിൽ മാത്രമാണ്. തന്റെ സുഹൃത്ത് വിവാഹം കഴിക്കാൻ സാധ്യതയുള്ള ഒരു അന്യ പെൺകുട്ടിയെ കാണാൻ മറ്റുള്ളവർക്ക് പാടുണ്ടോ എന്നതിന് ഇല്ല എന്ന് വ്യക്തമായി നമുക്ക് ഉത്തരം കിട്ടും. മാത്രമല്ല വിവാഹത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ധാരാളമായി ലഭിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. നമുക്കറിയാം ഈ സദസ്സിലിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ, ഞാൻ ചോദിക്കുന്നു, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എൻഗേജ്മെന്റ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നു മറ്റു സമൂഹങ്ങളിൽ. ആ മറ്റു സമൂഹങ്ങളിൽ നിന്ന് വിവാഹത്തെ പോലെ തന്നെ ഒരുപക്ഷേ നിക്കാഹിനേക്കാളും പ്രാധാന്യമുള്ള തരത്തിൽ വിവാഹത്തിന് മുമ്പ് എൻഗേജ്മെന്റ് എന്ന പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എന്തു മറുപടി പറയും? അതുകൊണ്ട് നാം തീരുമാനമെടുക്കണം. എല്ലാവരുടെയും കാര്യം നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. എന്റെ മകളുടെ വിവാഹം, എന്റെ മകന്റെ വിവാഹം, എന്റെ വിവാഹം, എന്റെ തറവാട്ടിലെ വിവാഹം, അതിലെനിക്ക് തീരുമാനമെടുക്കാലോ? അങ്ങനെ തീരുമാനങ്ങൾ എടുത്താൽ ഒഴിവാകണമെന്ന് ചെയ്യുന്നവർ പോലും ചിന്തിക്കുന്ന കാര്യം, അതിൽ നിന്ന് വ്യക്തമായ ഒരു ധാരണയിലേക്ക്, ഒരു തിരുത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഇനി വിവാഹം വരുമ്പോഴോ വിവാഹത്തലേ എന്നും ബ്രൈഡ് ടു ബി എന്നും ഗ്രൂം ടു എന്നും മഞ്ഞ കല്യാണമെന്നും മൈലാഞ്ചി കല്യാണമെന്നും നമ്മൾ തന്നെ പേരിട്ട് പലപ്പോഴും അപകടങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവാഹം ഒരു ദിവസം മതി, വിവാഹം ഒരു ദിവസം മതി, വിവാഹം ദിവസങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കാൻ ഓരോ കുടുംബവും തീരുമാനിച്ചാൽ ആ മാറ്റങ്ങൾ വരുത്താൻ തീർച്ചയായും നമുക്ക് സാധിക്കും. ഇനി നോക്കൂ, വിവാഹമാകുന്ന റബ്ബിന്റെ അനുഗ്രഹം കിട്ടുന്ന സന്ദർഭങ്ങളിൽ ആ വിവാഹ ദിവസം ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് എല്ലാവരും സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇന്നലെ വരെ ഇസ്ലാമികമായ യൂണിഫോം നമസ്കരിക്കുമ്പോഴുള്ളതുപോലെ അവളുടെ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും മറച്ചുകൊണ്ട് ഇസ്ലാമികമായ വസ്ത്രം ധരിച്ച പെൺകുട്ടി ആ ദിവസം മറ്റുള്ളവരുടെ പ്രേരണയാൽ അവരുടെ തട്ടം എടുത്തു മാറ്റുന്നു, മക്കനെ എടുത്തു മാറ്റുന്നു, അവിടെ പൂ വരുന്നു, അവളുടെ കൈ പുറത്തു കാണുന്നു, എന്നിട്ട് അവളെ പൊതുജന സമൂഹത്തിൽ വെക്കുന്നു, വീഡിയോ എടുക്കുന്നു, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കഴുകന്മാർക്ക് കൊടുക്കുന്നത് പോലെ ആ ശരീരത്തെ കാണിച്ചു കൊടുക്കുന്നു. പാടുണ്ടോ? പെൺകുട്ടികളെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം ഈ രൂപത്തിൽ പങ്കുവെക്കപ്പെടേണ്ടതാണോ? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമസ്കരിക്കുമ്പോൾ മാത്രമല്ലല്ലോ, ആ നമസ്കാരത്തിന്റെ, നോമ്പിന്റെ, എല്ലാ ഇബാദത്തുകളുടെയും പ്രതിഫലനം ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ടാകണ്ടേ? അതുകൊണ്ട് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കൃത്രിമമായ സൗന്ദര്യം നോക്കൂ. ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ കാണാൻ വരുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ അവൾ മേക്കപ്പ് ഇട്ടാണ് വരുന്നതെങ്കിൽ ആ ആൺകുട്ടി പറയും, ഉമ്മ എനിക്കവളെ വേണ്ട, ഞാൻ കാണാൻ പോകുന്ന ദിവസം അവർ ബ്യൂട്ടി പാർലറിൽ പോയി കൃത്രിമ സൗന്ദര്യത്തോടു കൂടിയാണ് എന്റെ മുമ്പിൽ വന്നത് എന്നത് ഒരു ന്യൂനതയായിട്ടല്ലേ നമ്മൾ കാണുക? അപ്പോൾ ഒരു കൃത്രിമ സൗന്ദര്യവുമില്ലാതെ ആ പെൺകുട്ടിയെ പച്ചയായി ആൺകുട്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ചോദിക്കുന്നു, അല്ല, നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക, പിന്നെ എന്തിനാണ് വിവാഹ ദിവസം ബ്യൂട്ടി പാർലറിൽ പോയി കൃത്രിമ സൗന്ദര്യം ഉണ്ടാക്കുന്നത്? ആരാണോ കല്യാണം കഴിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു, അവനുള്ളതാണ് ആ പെൺകുട്ടി.
പിന്നെ എന്തിനാണ്? മാത്രമല്ല വേറെ ചില ഇടങ്ങളിൽ കുടുംബസമേതം ഈ മേക്കപ്പിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ അതൊരു വഷളൻ ഏർപ്പാടാണ്. ഈ സമ്മേളനം പ്രഖ്യാപിക്കണം, ആ വഷളൻ ഏർപ്പാട് ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നില്ല, അത് നമുക്ക് ഒഴിവാക്കണം. ആകെ വൃത്തികേടാക്കിയ ഒരവസ്ഥയാണോ? ഇനിയും അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് തുളച്ചു കയറേണ്ട ഒരു ചോദ്യമുണ്ട്. ആ തരത്തിൽ കൃത്രിമ സൗന്ദര്യത്തോടുകൂടി വരുമ്പോൾ, മുഖത്ത് ചായം പൂശുമ്പോൾ, അന്ന് ആ പെൺകുട്ടിയുടെ ആ കുടുംബക്കാരുടെ ളുഹർ എങ്ങനെയായിരിക്കും, അസർ എങ്ങനെയായിരിക്കും? കാരണം വുദു ചെയ്യാൻ കഴിയുമോ? അതിന്റെ അർത്ഥം എന്താണ്? വിവാഹമാകുന്ന കാരുണ്യം, വിവാഹമാകുന്ന അനുഗ്രഹം റബ്ബ് തന്നു എന്നതിന്റെ പേരിൽ ഞങ്ങൾ ഇന്ന് സത്യനിഷേധിയാകുന്നു, നമസ്കരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയല്ലേ? ഇനി നമുക്ക് തീരുമാനമെടുക്കാൻ എന്താണ് വേണ്ടത്? ഇവിടെ കൂടിയ മഹല്ല് കാരണവന്മാരെ, ഇവിടെ കൂടിയ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ലോകത്തു മറ്റുള്ളവരുടെ വീട്ടിലെ വിവാഹത്തെ കുറിച്ചല്ല എന്റെ സംസാരം. അടുത്ത ആഴ്ചകളിലും അടുത്ത മാസങ്ങളിലും നമ്മുടെ വീടുകളിൽ, നമ്മുടെ തറവാടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന വിവാഹത്തിൽ റബ്ബിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഏർപ്പാട്, കൃത്രിമ സൗന്ദര്യത്തിന്റെ ഏർപ്പാട് നമുക്ക് എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വിവാഹം എന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഖൈറുൻ നികാഹി ഐസറുഹു, വിവാഹത്തിൽ ഏറ്റവും നല്ല വിവാഹം എന്നത് ലളിതമായ വിവാഹമാണ്. ക്ഷണിതാക്കളുടെ ആധിക്യം ഇതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആതിഥ്യ മര്യാദ കാണിക്കാൻ പറ്റാതെ പോകുന്നു. ആരാണ് പറഞ്ഞത്? ലോകത്ത് നമുക്ക് പരിചയമുള്ള മുഴുവൻ ആളുകളെയും വിവാഹത്തിന് ക്ഷണിച്ചിരിക്കണമെന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ എല്ലാവരും ഒത്തുചേരുമ്പോൾ നമുക്ക് പോലും അങ്ങോട്ട് നോക്കാൻ പറ്റാത്ത രൂപത്തിൽ ഭക്ഷണത്തിന് വേണ്ടി നീണ്ട ക്യൂ, പ്ലേറ്റും പിടിച്ച് ക്യൂ, ഒരു കസേരയുടെ അടുത്ത് 3 പേർ. എന്തിന്? നമ്മുടെ അതിഥികളാണ് നിൽക്കുന്നത്. നമ്മുടെ പ്ലാനിങ്ങിന്റെ കുറവല്ലേ? നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഒരു കൃത്യത വേണം, ഒരു വ്യക്തത വേണം. അതുകൊണ്ട് താങ്ങാനാകാത്ത ക്ഷണിതാക്കൾ എന്ന അവസ്ഥയിൽ നിന്നും നാം മാറേണ്ടതുണ്ട്. പ്രാർത്ഥന തന്നെയാണ് പ്രധാനം. കാരണം വിവാഹ രംഗത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്ത് നമുക്ക് കിട്ടിയേ തീരൂ. അവിടെയാണ് വരന്റെ വരവ് വല്ലാത്തൊരു പേടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പടക്കം പൊട്ടുമോ? കളർ പ്രയോഗം ഉണ്ടാകുമോ? ചെണ്ടമേള, തുള്ളിച്ചാട്ടം, ബഹളം, സംഗീതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാന്യന്മാർ മാറി നിൽക്കേണ്ട ഒരവസ്ഥയായി വിവാഹ വീട്ടിലേക്ക് വരൻ വരുന്ന രംഗം മാറുന്നില്ലേ സഹോദരങ്ങളെ? യഥാർത്ഥത്തിൽ അവിടേക്ക് സലാം പറഞ്ഞല്ലേ കയറേണ്ടത്? ആദ്യമായി വധുവിന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു സഹോദരൻ, വധുവിന്റെ വീട്ടിലേക്ക് വരുന്ന വരൻ അവിടെ കൂടിയിരിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണ്ടേ? അസ്സലാമു അലൈക്കും. അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ആ പുതിയ അതിഥിയെ കെട്ടിപ്പിടിച്ച് വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, മോനെ നിനക്ക് പടച്ചോന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്ന് തിരിച്ചു പ്രാർത്ഥിക്കാനുള്ള അവസ്ഥ നമ്മുടെ പല വിവാഹ വേദികളിലും ഇല്ല. ആരുണ്ടാക്കും? അതുകൊണ്ട് വിവാഹരംഗം വഷളൻ ഏർപ്പാടായി മാറരുത്. എന്നിട്ട് കാലങ്ങളോളം ആ വീഡിയോ യൂട്യൂബിൽ തന്നെ ആ വിവാഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ വഷളൻ ഏർപ്പാടാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തിരുത്തു വേണം. വിവാഹ ദിവസം നമ്മൾ പല പ്ലാനിങ്ങും നടത്താറുണ്ട്, പലതരത്തിലുള്ള പ്ലാനിങ്ങുകൾ. ആ പ്ലാനിങ്ങിൽ ആള് കൂടുതൽ വന്നാൽ അരി കൂടുതൽ നമ്മൾ വെക്കണം. അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ മറന്നു പോകരുത്, സോപ്പ് അവിടെ ഉണ്ടാക്കി വെക്കണം. ഇതോടൊപ്പം നമുക്കൊന്ന് ചിന്തിക്കാം, വിവാഹ ദിവസം പടച്ചവൻ ഇഷ്ടമില്ലാത്ത എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വരന്റെ ഒപ്പം കൂട്ടുകാർ ചേർന്ന് വഷളാക്കുമോ? അതവരോട് ചോദിക്കുക. ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോവുക, സന്ദർശിക്കുക. അതിനുശേഷം അതിനുശേഷം ആ സമൂഹത്തോട്,
അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറയാൻ സാധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ രംഗത്തെ വഷളാകുന്ന അവസ്ഥയിൽ നിന്നും സമൂഹത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിവാഹ രംഗം അവരോട് പറയണം, പറ്റില്ല, ഞങ്ങളുടെ വീട്ടിലത് പറ്റില്ല, ഞങ്ങളുടെ മഹലിലത് പറ്റില്ല എന്ന് തുള്ളിച്ചാടുന്ന, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പടക്കം പൊട്ടിക്കുന്ന, വൃത്തികേടുകൾ കാണിക്കുന്ന ആ സമയത്തല്ല പറയേണ്ടത്. അതിനു മുമ്പേ വരാനിരിക്കുന്ന അപകടത്തെ കണ്ട് തിരുത്താൻ നമുക്ക് സാധിക്കേണ്ടത്. ചിലരൊക്കെ ചോദിക്കും, നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടു നോക്കുമ്പോ എന്താ ഈ കല്യാണമെല്ലാം കൂടി മരണ വീട് പോലെ ആക്കണോ? സന്തോഷിക്കാനൊന്നും പറ്റൂല, പാട്ടൊന്നും പറ്റൂല എന്നാ ചിലർ ചോദിക്കുന്നത്. വിവാഹത്തിന് പാട്ട് പറ്റും. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസം പാട്ടുപാടിയ കുട്ടികളോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അനാദരവാകുമെന്ന് കരുതി പാടല്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, കുട്ടികളല്ലേ, അവർ പാടിക്കോട്ടെ. അതുകൊണ്ട് വിവാഹ വീടുകളിൽ മൈക്ക് വെച്ച് തന്നെ കുട്ടികൾ പാടട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ 10 വയസ്സിന് താഴെയൊക്കെയുള്ള എത്രയെത്ര കുട്ടികളുണ്ട്, അവരൊക്കെ പാടട്ടെ. ഈ പാട്ടിന്റെ ഹദീസ് എടുത്തിട്ട് യുവതികൾ തുള്ളിച്ചാടാനുള്ള തെളിവാക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും ആർഭാടത്തിന്റെ, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ആർഭാടം വന്നുകൂടാ. സംഗീത വിരുന്നുകൾ, ഇവിടെയുള്ള ഒരു മുസ്ലിം സംഘടനക്കും സംശയമില്ല, സംഗീതം എന്നത്, മ്യൂസിക് എന്നത് ഇസ്ലാം ചേർത്ത് പറഞ്ഞത് മദ്യത്തോടാണ്, പട്ടിനോടാണ്. ഏതെങ്കിലും സർക്കുണ്ടോ? അതേപോലെ തന്നെ ഏത് സംഘടനകൾ എടുത്താലും, കഴിഞ്ഞു പോയ നേതാക്കന്മാരെ എടുത്താലും, മൗലാന മൗദൂദി സാഹിബ് അടക്കം ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ആ സംഗീതത്തിന്റെയും ഡാൻസിന്റെയും ഒക്കെ വേദിയായി പ്രാർത്ഥനയുടെ തലം മാറുന്നതിനെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും ദുർവ്യയം കാണിക്കുന്ന ആളുകൾ ശൈത്താന്റെ കൂട്ടാളികളാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ശൈത്താന്റെ കൂട്ടാളികളാകരുത്. നമുക്കൊരു വീട് വേണം, സംശയമില്ല. പക്ഷേ മറ്റവന്റെ വീടിനെ തോൽപ്പിക്കുന്ന വീടാകേണ്ടതില്ല. അനാവശ്യമായി വീടിന് വേണ്ടി സമയം, സമ്പത്ത് ചെലവഴിക്കരുത്. അവസാനം പറയും നോക്കി നടത്താൻ പോലും സാധിക്കുന്നില്ല എന്ന്. ആവശ്യം നിർവഹിക്കണം. ആവശ്യമുള്ള വീടാണ് നമുക്ക് വേണ്ടത്. കടമുള്ളവർ പോലും പെരുന്നാൾ വരുമ്പോൾ ഡ്രസ്സ്, അത് കഴിഞ്ഞ് ഒരൊറ്റാഴ്ച കഴിയുമ്പോൾ കുടുംബത്തിനൊരു കല്യാണം, വീണ്ടും ഡ്രസ്സ്. കടം കൂടിക്കൊണ്ടിരിക്കുന്നു. വസ്ത്രത്തിന്റെ കാര്യത്തിലുള്ള ധൂർത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വാഹനം നമുക്ക് വേണം, അത് ഇസ്ലാം നമുക്ക് അനുവദിച്ച മഹത്തായ ഒരു അനുഗ്രഹമാണ്. പക്ഷേ ആ മോഡലുകൾ മാറുന്നതിനനുസരിച്ച് സൈഡിലേക്ക് തള്ളിയിട്ട് വീണ്ടും വീണ്ടും വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന വാഹന രംഗത്തുള്ള ആർഭാടം നമുക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇവിടെയൊക്കെ നമ്മുടെ പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വിവാഹത്തിന് വേണ്ടി ലോൺ എടുക്കുന്നു, ബാങ്കിനെ സമീപിക്കുന്നു, വീടിന് വേണ്ടി, വാഹനത്തിന് വേണ്ടി. അങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ട് ആ ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹം ഒരു ദൈവവിശ്വാസിയല്ല, അദ്ദേഹം നമ്മുടെ ധനമന്ത്രിയായിരുന്നു. പണം കൊണ്ട് പണം പെരുപ്പിക്കലാണ് പലിശ. അത് പ്രകൃതി വിരുദ്ധമാണ്. ഖുർആൻ അംഗീകരിക്കുന്ന ആള് പറഞ്ഞതല്ല, കേരളത്തിന്റെ പ്രമുഖനായ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്. അതുകൊണ്ട് ലോകം അനുഭവിക്കുന്ന, കേരളം അനുഭവിക്കുന്ന പ്രശ്നമാണ് പലിശ. അതുകൊണ്ട് ആ പലിശയിൽ ചെന്ന് പെട്ടാൽ നേരത്തെ ചിരിച്ചവരാരും, പൊട്ടിച്ചിരിച്ചവരാരും, കല്യാണ ദിവസം അടിച്ചു പൊളിച്ച ഒരാളും ആ വീട്ടിൽ നമ്മൾ കരയുമ്പോ, നമ്മൾ വേദനിക്കുമ്പോ ഉണ്ടാവില്ല. അതുകൊണ്ട് കുടുംബസമേതം തീരുമാനമെടുക്കാൻ കഴിയണം. കടത്തിലേക്ക് പോകരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇമാമ് നിൽക്കുന്നില്ല, നിങ്ങൾ മയ്യത്ത് നമസ്കരിച്ചോളൂ എന്ന് പറയുന്ന അത്ര ഗൗരവമുള്ള വിഷയമാണ് കടം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾക്ക്, വസ്ത്രത്തിന് വേണ്ടി, വാഹനത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി കടത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. നമുക്ക് വേണ്ടത് ലളിത ജീവിതമാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ലളിത ജീവിതത്തിലേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്ക്, പ്രവാചക ചര്യയിലേക്ക് എത്താൻ
നമുക്ക് സാധിക്കണം. ഈ ഫാമിലി കോൺഫറൻസിൽ ഈ സൂചന മാത്രം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇത് വികസിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ശാഖാ കമ്മിറ്റിയാണ്, നമ്മുടെ പള്ളി കമ്മിറ്റിയാണ്, നമ്മുടെ മഹല്ല് കമ്മിറ്റിയാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം മഹല്ലിന്റെ പ്രതിനിധികളുണ്ട്. ഒന്ന് ചർച്ച ചെയ്യൂ ബഹുമാന്യരായ കാരണവന്മാരെ. റബ്ബിന്റെ ബറക്കത്ത് നമുക്ക് ധാരാളമായി ലഭ്യമാകും. ഈ സമ്മേളനം അതിൻ്റെ മുഖ്യമായ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ പുറത്ത് റോഡുകളിലും മറ്റുമുള്ള ആളുകൾ ഈ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. 2 സുപ്രധാനമായ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി വഴിതെളിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.